എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ആദ്യഘട്ടത്തിൽ PG കുറച്ച് സമയം തരണം. കാരണം മുഖ്യമന്ത്രി, നിങ്ങളെല്ലാവരും പ്രക്ഷേപണം ചെയ്ത മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനടക്കം ചില മറുപടികൾ പറയണം. എനിക്ക് രണ്ടാം ഘട്ടത്തിൽ സമയം തന്നില്ലെങ്കിലും എനിക്ക് പരിഭവമില്ല. ഒന്നാമത് എൻ്റെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താനായിട്ടുള്ളത്, നിങ്ങൾ മാധ്യമങ്ങളടക്കം, ഏഷ്യാനെറ്റിനെ മാത്രമായി ഞാൻ പറയുന്നില്ല, മാധ്യമങ്ങളടക്കം വലിയ പ്രാധാന്യം, ക്യാപ്റ്റൻ വരുന്നു. ഏത് ക്യാപ്റ്റൻ? ഏതെങ്കിലും കബഡി ടീമിന്റെയോ ഗോലി ടീമിന്റെയോ വല്ല ക്യാപ്റ്റൻ ആണോ? നിങ്ങളൊരു പേരങ്ങ് കൊടുക്കുകയാണ്. PR ഏജൻസി കണക്കെ, സർക്കാരിന്റെയും പാർട്ടിയുടെയും PR ഏജൻസി കണക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ അതപ്പതിക്കുന്നതിനകത്ത് ശക്തമായ പ്രതിഷേധം ഈ വേളയിൽ രേഖപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കേരയിൽ വിഷയം. ഇപ്പോൾ കേരയിൽ എന്ന് പറയുന്നത് ഇവിടെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ, പിണറായി വിജയൻ പറയുന്നത് പോലെ സർക്കാരിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോജക്റ്റ് അല്ലേ? ഇന്ന് പിണറായി വിജയന്റെ പ്രസംഗം മുഴുനീളം നമ്മൾ കേട്ടല്ലോ. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഒരു ബലം, പതിവ് രീതിയിൽ ഒരു ബലമൊന്നും കേരളയിൽ കൊടുത്തില്ലോ? അദ്ദേഹം ഇങ്ങനെ ഓളത്തിൽ പറഞ്ഞു പോയതല്ലേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? ഇപ്പൊ കല്ലിടാതിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കുഴപ്പം കൊണ്ടാണ് എന്നാണ് അരുൺകുമാർ സ്ഥാപിക്കുന്നത്. ഇപ്പൊ നമുക്കിതിന് ഏറ്റവും റിലേറ്റീവായിട്ട് മനസ്സിലാകുന്ന ഒരു ഉദാഹരണമുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുകയില്ല. അതിനൊരുപാട് കാരണങ്ങൾ അവർ പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ ഏപ്രിൽ 29 ശേഷം ഇന്നത്തെ ദിവസം വരെ, ഈ മെയ് 12 വരെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഇവർക്ക് നേരത്തെ ഈ തഞ്ചമ്പോക്കൊന്നും ഇല്ലായിരുന്നല്ലോ. ഇവർ വളരെ വ്യഗ്രതയിലായിരുന്നല്ലോ. എന്തു വില കൊടുത്തും അതിവേഗം ഞങ്ങൾ 2027 ആകുമ്പോഴത്തേക്കും ആദ്യത്തെ മെട്രോ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കേരളയിൽ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. അതുകൊണ്ട് നിലത്ത് നിൽക്കാൻ സമയമില്ലെന്ന് പറഞ്ഞിട്ടാണല്ലോ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം റോഡിലൂടെ വലിച്ചിഴച്ചുകൊണ്ടുള്ള പോലീസിന്റെ തോന്നിവാസങ്ങൾ നടത്തിയത്. ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയുന്നു, ഇതൊന്നുമല്ല കാരണം. ജനങ്ങൾ ഈ പദ്ധതിക്ക് എതിരാണ് എന്ന ബോധ്യം ഇവർക്കുള്ളത് കൊണ്ടാണ് സർക്കാരിന് ഇത്ര വലിയ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആണ് എന്ന് ഇവർ തന്നെ അഭിരമിക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇവർ സംസാരിക്കാത്തത്. പിന്നെ വികസനമാണല്ലോ. വികസനത്തെ പറ്റി പറയുമ്പോൾ മുഖ്യമന്ത്രി, എനിക്ക് പിണറായി വിജയനോട് പറയാനായിട്ടുള്ളത്, താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എഴുതി കൊടുക്കുന്നതെന്ന് പ്രസംഗിച്ചാൽ പോലും പച്ചക്കള്ളം വായിക്കാതിരിക്കാനുള്ള ഔചിത്യം പിണറായി വിജയൻ കാണിക്കണം. 3 ദിവസം മുൻപ് P. രാജീവ് പറഞ്ഞ് പൊളിഞ്ഞു പോയൊരു കള്ളം 3 ദിവസത്തിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുപോലെയുള്ള ദൃശ്യമാധ്യമങ്ങൾ ഇത്രയേറെ ഫോക്കസ് കൊടുക്കുന്ന ഒരു വിഷയത്തിൽ കാണിക്കുക. പിണറായി വിജയൻ പറഞ്ഞൊരു പച്ചക്കള്ളം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുക. UDFന്റെ ഒരു MP പോലും ഇതിനകത്ത് ഇടപെടൽ നടത്തിയില്ല, അതുകൊണ്ടാണ് മെട്രോ വരാത്തതെന്നാണ് പറഞ്ഞത്. എത്ര വലിയ കള്ളമാ. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല.